ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്രയിലാണ്. അപ്പോൾ മഴയൊക്കെ പിടിച്ചു, പിന്നീട് അസുഖങ്ങളൊക്കെ വന്നതിൻ്റെ പേരിൽ വീഡിയോ എണ്ണം നമ്മളെന്തായാലും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര പോകുന്ന ആലുവ കീഴ്മാടക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. അപ്പോൾ വൈഫിൻ്റെ കൂട്ടുകാരുടെ വീട്ടിലോട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ഗാർഡൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നൊരു വീഡിയോ ആക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നമ്മൾ നേരെ കൊടുങ്ങല്ലൂരിൽ നിന്ന് പറവൂർ, ആലുവ, തോട്ടുമുഖം വഴി കീഴ്മാട് ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. രാജഗിരി ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്, എന്തായാലും കുറച്ച് ഉള്ളിലാണ് വീട് വരുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ കഴിഞ്ഞപ്പോൾ തന്നെ യാത്ര തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂരിൽ നിന്നും സർവീസ് റോഡ് വഴി ഹൈവേ കയറിയാണ് നേരെ പറവൂർക്ക് പോകുന്നത്. ഇത് കൊടുങ്ങല്ലൂർ ഒരു പഴങ്കഞ്ഞി കടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ പോകുന്ന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ കുറേ കാലമായി കണ്ടിട്ട്, അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയുണ്ട്. മാത്രമല്ല ഫ്രണ്ട് ഇവിടുന്ന് പോവുകയാണ്, ഓസ്ട്രേലിയക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് അവരൊരു ഗാർഡൻ നടത്തിയത്. അപ്പോൾ ഗാർഡൻ അവർ ഒഴിവാക്കുകയാണ്. അപ്പോൾ ഒരുപാട് ചെടികൾ വിറ്റു. അപ്പോൾ ആൾക്കുള്ള ചെടികൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ആൾക്ക് ഇഷ്ടമുള്ള കണ്ടെടുത്തോളാൻ പറയും. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ആളെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നേരെ കാണുന്നതാണ് കേട്ടോ ആളെ വീട്. അപ്പോൾ ഇവിടെ ഒരുപാട് ചെടികൾ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ചെടികളിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊണ്ടുപോകലും കൂടിയാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ എൻ്റെ കയ്യിൽ സിങ്കോണിയം, അഗ്ലോണിമ ഇതിൻ്റെ ഫുൾ വെറൈറ്റി ആക്കാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം വേണം ആന്തൂറിയം കൂടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, വീടിൻ്റെ ഉമ്മറം മൊത്തം ചെടികളാണ്, നല്ല പോലെ ചെടികളാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വന്നിരിക്കുന്നത് ഞാനല്ല, വൈഫിന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈഫ് വന്നിരിക്കുന്നത്. കുറച്ച് ചെടികൾ എടുക്കാൻ വേണം, വീഡിയോ ചെയ്യണം, ആ ഒരു ഉദ്ദേശത്തിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ കുറച്ച് ചെടികൾ എന്തായാലും ആൾ വൈഫിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായി. നമ്മൾ നേരെ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ വൈഫ് നേരെ ഇറങ്ങി. അപ്പോൾ ഞാനതിന് ശേഷം വൈഫ് അപ്പോൾ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം അവർ ബന്ധുക്കളെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് പേരയും കാര്യങ്ങളൊക്കെ ഞാൻ തിരിച്ച് വന്നിട്ട് ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരുപാട് പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഗാർഡൻ നടത്തിയതിൻ്റെ പേരിൽ തന്നെ വളപ്രയോഗം കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാവുന്നതിൻ്റെ പേരിൽ പേരയ്ക്കൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ചെടികൾ, ഒരുപാട് ഇലച്ചെടികൾ ഇവിടെ ഉണ്ട്. മാത്രമല്ല കാക്ടസ് എന്ന് പറഞ്ഞാൽ കള്ളിമുള്ളി ചെടിയില്ലേ അതുണ്ട്. പിന്നെ അടീലി എന്നൊക്കെ പറയില്ലേ അതുണ്ട്. പിന്നെ സിങ്കോണിയത്തിൻ്റെയും അഗ്ലോണിമയുടെയും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം അവർ നേരെ പുറത്ത് ബന്ധുക്കൾ വീട്ടിൽ പോരും. ഞാൻ അവരെയും തപ്പി ഇറങ്ങിയതാണ്. അപ്പോഴാണ് തൊട്ടടുത്ത് തന്നെ ഏകദേശം ഒരു 1/2 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുള്ളൂ, തൊട്ടപ്പുറത്ത് അവരെ ബന്ധുക്കളെ വീടിൻ്റെ അവരൊന്ന് ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ വൈഫിൻ്റെ കൂട്ടുകാരിക്ക് ഇതിനെപ്പറ്റി നല്ല അറിവാണ്, ഈ ചെടികളെ പറ്റി. അപ്പോൾ പുള്ളിക്കാരിൽ നിന്ന് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ തിരിച്ചവരെ ശല്യപ്പെടുത്താതെ തിരിച്ചവരെ വീട്ടിലോട്ട് വന്നു. ഓരോ ചെടിയും ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കി കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം മഴ കാര്യങ്ങളൊക്കെ അതിൻ്റെ പേരിൽ തന്നെ കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ വീഡിയോ ചെയ്യാൻ ഒരുപാട് ഞാൻ നേരം വൈകിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പിക്കപ്പായിട്ട് ഇനി വരണം അടുത്തൊരു ട്രാവൽ വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം കൂടിയാണ് അപ്പോൾ ആയിട്ട് ഇത് വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു ചെടി കണ്ടായിരുന്നു. ഈ ചെടിയുടെ ചെറിയൊരു കമ്പ് ഞാൻ മേടിച്ചത് 50 രൂപയ്ക്കാണ്. അപ്പോൾ അതിവിടെ നിന്ന് എനിക്ക് എന്തായാലും ഒരു വലുതൊരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ അകത്തുനിന്ന് ചെടികൾ ഉണ്ടാക്കിയെടുക്കണം. മാത്രമല്ല അടുത്തത് എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ആന്തൂര്യത്തിൻ്റെ ഒരു ഇതുണ്ടാക്കുക, വെറൈറ്റീസ് ഉണ്ടാക്കുക. അത് ഫുൾ കളറ് ഇപ്പോൾ കാരണം സിങ്കോണിയവും അഗ്ലോണിമയും അഗ്ലോണിമയുടെ ഒരു വെറൈറ്റി മാത്രമേ എനിക്ക് കിട്ടാത്തുള്ളൂ. ബാക്കി എല്ലാ വെറൈറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ആന്തൂര്യത്തിനെ കൂടി എനിക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു വൈകുന്നേരം വരെ നമ്മളവിടെ സമയം ചിലവഴിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അതിനു മുമ്പ് അവരുടേതായ രീതിയിൽ ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണല്ലോ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവരുടെ കുട്ടികൾ തമ്മിൽ കൂടിച്ചേർന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൊടുങ്ങല്ലൂർക്ക് പോവുകയാണ്. കൊടുങ്ങല്ലൂർക്ക് പോകുന്നത് ദേശം വഴിയാണിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പരിഗണിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പരിഗണിക്കുക. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നമുക്ക് പറഞ്ഞറിയിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. നമ്മൾ വൈകുന്നേരത്തോടുകൂടി കൊടുങ്ങല്ലൂർ എത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ എത്തുന്ന സമയത്ത് തന്നെ ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളും കഴിഞ്ഞാണ് കൊടുങ്ങല്ലൂർ എത്തിയത്. ആ സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു മഴയും കിട്ടിയായിരുന്നു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മഴയുടെ ദിവസങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് നാൾക്ക് ശേഷം ഞാൻ ഈ വീഡിയോ ഇപ്പോൾ റിലീസ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.